എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SSLC IT എക്സാമിനും ഞാൻ എഴുതിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്, അതേപോലെ തന്നെ എൻ്റെ മോഡൽ എക്സാമിൻ്റെ തിയറിക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ SSLC IT എക്സാം മോഡൽ എക്സാം തുടങ്ങുന്നത് ഈ ജനുവരി 20th ഓടുകൂടിയാണ്. ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടുകൂടി നിങ്ങളുടെ ഫൈനൽ പബ്ലിക് എക്സാം, ആദ്യത്തെ A+ന് വേണ്ടിയിട്ടുള്ള എക്സാം നിങ്ങൾ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ പ്രാക്ടിക്കൽ നമ്മൾ എങ്ങനെ പഠിക്കണമെന്നുള്ളത് ഞാൻ പറയാം. പ്രാക്ടിക്കൽ ഇനിയുള്ള ഫ്രീ പീരീഡ്, അതായത് നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഫ്രീ പീരീഡ്സ് നിങ്ങൾ മാക്സിമം ലാബിൽ തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് ലാബിൽ പോയിട്ട് സമയമുള്ളപ്പോഴൊക്കെ ചെയ്യുക. ഇനിയുള്ള IT ക്ലാസ്സുകളൊന്നും കട്ട് ചെയ്യാതിരിക്കാനും മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനിയും ചെയ്യേണ്ടത് തിയറിക്ക് നമുക്കൊരു ചെറിയ ബുക്ക് തരും. ആ ബുക്കിലുള്ള അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യനും ആയിരിക്കും ഒരു 80 മുതൽ 90% വരെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ബുക്ക് വാങ്ങിച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അതിന് ഏകദേശം 50 രൂപയെങ്ങാണ്ടാണ് ആ ഒരു ബുക്കിൻ്റെ വില. അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 12 മാർക്ക് നമുക്ക് ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 12 മാർക്ക് എങ്ങനെയാണ് ഉറപ്പം? അതായത് 12 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് ടോട്ടൽ വരുന്നത് 50ലാണ്. 50ൽ 10 മാർക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, അതായത് CA മാർക്ക് 10 മാർക്കും റെക്കോർഡ് ബുക്കിൻ്റെ മാർക്ക് 2 മാർക്കുമാണ് വരുന്നത്. അങ്ങനെ 12 മാർക്ക് നമുക്ക് ഉറപ്പാണ്. പിന്നീട് ടീച്ചേഴ്സ് ആണ് ഇടുന്നത് 10 മാർക്ക്. ടീച്ചേഴ്സിനോട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിന്നാൽ ടീച്ചേഴ്സ് 10 മാർക്കും നമുക്ക് ഇട്ട് തരും. അങ്ങനെ 12 മാർക്ക് നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് 38 മാർക്കാണ്. 38 മാർക്കിൽ നമുക്ക് 28 മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കലിനും 10 മാർക്ക് തിയറിക്കുമാണ്. അതൊക്കെ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു തരും. 10 മാർക്കിൽ 15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തിയറി ഉണ്ടായിരിക്കുക. തിയറി ടഫാണോ എന്ന് ചോദിച്ചാൽ തിയറിക്ക് കുഴപ്പമില്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ട് പോയാൽ മതി, അതൊക്കെ തന്നെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട. തിയറി നമ്മൾ പഠിക്കുന്നതൊക്കെ ചോദിക്കത്തുള്ളൂ. പിന്നെ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. വീട്ടിൽ ലാബൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പല ആപ്പുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് SSLCക്കാണെങ്കിലും പബ്ലിക് എക്സാമിൻ്റെ IT-ക്കാണെങ്കിലും മോഡൽ എക്സാമിൻ്റെ IT-ക്കാണെങ്കിലും നമ്മൾ പേടിക്കാതെ തന്നെ എക്സാം എഴുതുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എൻ്റെ IT എക്സാമിന് ഞാൻ കയറിയപ്പോൾ നന്നായിട്ട് കൈവിറയ്ക്കുകയുണ്ടായി. അങ്ങനെ കുറേ തെറ്റുകളൊക്കെ വരുത്തി മോഡൽ എക്സാമിന്. അങ്ങനെ പബ്ലിക് എക്സാമിന് അതൊക്കെ മാനേജ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡൽ എക്സാം നിങ്ങൾ മാക്സിമം പേടിക്കാതെയൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരിക്കും. പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പബ്ലിക് എക്സാമിനാണെങ്കിലും എന്തെങ്കിലും ലാപ്പിനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ മതി. അവരതിന് വേണ്ടവിധ രീതികൾ ചെയ്തോളും. പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ സേവ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻസും സേവ് ചെയ്ത് വെക്കണം. അതൊക്കെ സ്കൂളിൽ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മതി. അതേപോലെ തന്നെ എൻ്റെ മോഡൽ എക്സാമിന് എനിക്ക് തിയറിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാർക്ക് 10-8 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് തിയറിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.